സോ നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത് മോസ്ഫെറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമ്മൾ മോഡ്യൂൾ 4 കംപ്ലീറ്റ് ചെയ്തു. മോഡ്യൂൾ 4 റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോസ്ഫെറ്റിൽ നമ്മൾ എൻ ചാനൽ, പി ചാനൽ ഡിവൈസസ്, മോസ് കപ്പാസിറ്റർ, എൻ ചാനൽ അതുപോലെ തന്നെ പി ചാനൽ, സോ അതുമായിട്ടുള്ള ബേസിക് ഡിഫറൻസസ് ആണ് നമ്മൾ ആദ്യത്തെ രണ്ട് പ്രോബ്ലംസ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ ചാനൽ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു പി ചാനൽ മോസ്ഫെറ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. നമ്മളത് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമ്മളിവിടെ മെയിനായിട്ടും എൻ ചാനൽ, പി ചാനൽ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഈ ഒരു ലെക്ചറിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ അപ്പോൾ ഈ ഒരു 2-3 പ്രോബ്ലംസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മോഡ്യൂളിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് ഒരു 3 പ്രോബ്ലംസ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ആൻ N+ polysilicon gate N-channel MOS transistor is made on a P-type silicon substrate with Na. സോ ഇവിടെ ക്വസ്റ്റിനകത്ത് Na തന്നിട്ടുണ്ട്. സോ ആ Na വാല്യൂ ഈക്വൽ ടു 5 × 10⁻15 cm⁻³ സോ Na തന്നു, അതൊരു പി സബ്സ്ട്രേറ്റ് ആണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻ ചാനൽ മോസ്ഫെറ്റ് ആണ്. സോ ഇതൊരു എൻ ചാനൽ മോസ്ഫെറ്റിൻ്റെ പ്രോബ്ലമാണ്. അതിൻ്റെ സബ്സ്ട്രേറ്റ് പി ആയിരിക്കും. ആ പിയുടെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിലിക്കൺ ഡയോക്സൈഡ് ഓക്സൈഡ് തിക്നെസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 100 ആംസ്ട്രോങ്. ഞാനതിന് ഡി ഓക്സൈഡ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 100 ആംസ്ട്രോങ്. അതിന് നമുക്ക് സെൻറ്റിമീറ്ററിലാണ് നമുക്ക് ആ വാല്യൂവിനെ കൺവേർട്ട് ചെയ്ത് എഴുതേണ്ടത്. സോ 100 ആംസ്ട്രോങ് മീൻസ് 100 × 10⁻⁻10 മീറ്റർ. സോ അതിന് ഞാൻ 10⁻⁻6 സെൻറ്റിമീറ്റർ എന്ന് കൺവേർട്ട് ചെയ്ത് എഴുതിയേക്കുവാണ് ഡി ഓക്സൈഡിനെ. ദെൻ ഇവിടെ QI തന്നിട്ടുണ്ട്. ഈ എഫക്റ്റീവ് ഇൻ്റർഫേസ് ചാർജസ് അല്ലെങ്കിൽ Q ഓക്സൈഡ്, നമ്മൾ പഠിച്ചിട്ടുള്ള Q ഓക്സൈഡ് ഇൻ്റർഫേസ് ചാർജസ് അല്ലെങ്കിൽ ഓക്സൈഡിൽ ഉണ്ടാവുന്ന ചാർജസ് ആണ് Q ഓക്സൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ 4 × 10⁻10 Q കൂളം പെർ cm². Q 4 × 10⁻10 Q എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ Qൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ കൂളം പെർ cm². സോ ഇത്രയും കൂളം പെർ cm² ആണ് നമ്മുടെ ഓക്സൈഡ് ചാർജസ്. ഈ ഓക്സൈഡ് ചാർജസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്രോബ്ലം റിയൽ സർഫസസിൻ്റെ കേസിലുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് ഐഡിയൽ അല്ല, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് റിയൽ മോസ് ആണ്. റിയൽ മോസിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇത്. അത് ആ Q ഓക്സൈഡിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു റിയൽ മോസിൻ്റെ കേസിലുള്ള പ്രോബ്ലമാണ്. ഇവിടെ നമുക്ക് VFP എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. ഐഡിയൽ കേസിൽ VFP 0 ആണ്. ഇവിടെ ഒരു വർക്ക് ഫംഗ്ഷൻ, ഒരു ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് ഉണ്ടാവും. ആ VFPയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ മാക്സിമം വിഡ്ത്ത് ഓഫ് ദി ഡിപ്ലീഷൻ റീജിയൻ, സെമി കണ്ടക്ടറിൽ ഉണ്ടാവുന്ന മാക്സിമം വിഡ്ത്ത്, അതുപോലെ തന്നെ ത്രെഷോൾഡ് വോൾട്ടേജ് VT, ഇതൊക്കെ നമുക്ക്, അതുപോലെ തന്നെ C ഓക്സൈഡും C മിനിമവും, CI മീൻസ് ഓക്സൈഡ് കപ്പാസിറ്റൻസ്, C മിനിമം മീൻസ് നമ്മൾ CV ക്യാരെ പ്ലോട്ട് ചെയ്യുമ്പോൾ ആ ഡിപ്ലീഷൻ മിനിമം വാല്യൂ അല്ലെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു അവിടുത്തെ കപ്പാസിറ്റൻസ് ആണ് C മിനിമം. സോ അത് നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് പ്രോബ്ലം നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് അറിയാം. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് C ഓക്സൈഡ് അല്ലെങ്കിൽ CI കണ്ടുപിടിക്കാം. ഓക്സൈഡ് കപ്പാസിറ്റൻസ്, അതിനെ നമുക്ക് C ഓക്സൈഡ് എന്ന് എഴുതാം. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ εA/d ആണ്. സോ എപ്സിലോൺ പെർമിറ്റിവിറ്റി ആണ്. εA/d അല്ലെങ്കിൽ എപ്സിലോൺ ഓക്സൈഡ് × A ഞാനിവിടെ 1 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുവാണ്, /d. D ഈസ് D ഓക്സൈഡ്. സോ εA/d ഈ ഫോർമുലയാണ് നമ്മൾ ഓക്സൈഡ് കപ്പാസിറ്റൻസിന് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ എപ്സിലോൺ ഓക്സൈഡ്, എപ്സിലോൺ മീൻസ് ε0 × εr. എനിക്കിവിടെ എപ്സിലോൺ ഓക്സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ε0 മീൻസ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആൻഡ് εr മീൻസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഈ ε0 × εr, εr എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡിൻ്റെയാണ്. ഈ കേസിൽ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ എപ്സിലോൺ ഓക്സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ εr ഓഫ് സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന വാല്യൂ പഠിച്ച് വെച്ചിരിക്കണം. 3.9 ആണ് നമ്മുടെ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. സിലിക്കൺ ആയിരുന്നെങ്കിൽ അത് 11.8 ആയിരിക്കും. നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്, അപ്പം അത് തെറ്റാതെ പഠിച്ചു വെക്കണം. ഇവിടെ 3.9 ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട വാല്യൂ ആണ്. ε0യുടെ വാല്യൂ 8.854 × 10⁻14 × 3.9.
ഇതായിരിക്കും നമ്മുടെ എപ്സിലോൺ ഓക്സൈഡിൻ്റെ വാല്യൂ. ഞാൻ അതിവിടെ എഴുതുവാണ്. 8.85 ഇൻറ്റു 10⁻⁻14 ഇൻറ്റു 3.9 ബൈ ഡി ഓക്സൈഡ്. ഡി ഓക്സൈഡ് നമ്മളിവിടെ സെൻറ്റിമീറ്ററിലാക്കി തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 10⁻⁻6 ആണ്. സോ ഇവിടെ എനിക്ക് സി ഓക്സൈഡിൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്തെടുക്കാം. സി ഓക്സൈഡിൻ്റെ വാല്യൂ 3.45 ഇൻറ്റു 10⁻⁻7 ഫാരഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനൊരു വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇത് എളുപ്പം കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സി മിനിമം, അതുപോലെ തന്നെ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ, ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ്, ത്രെഷോൾഡ് വോൾട്ടേജ് ഒക്കെയാണ്. സോ ഞാൻ അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത് ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് ആണ്. എല്ലാത്തിൻ്റെയും ഫോർമുലാസ് പഠിച്ചു വെക്കണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ്. സോ ഒരു എൻ ചാനൽ മോസ് അല്ലെങ്കിൽ പി ചാനൽ മോസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോബ്ലം മാത്രം പഠിച്ചാൽ മതി. ഇതിനകത്ത് എല്ലാ ഇക്വേഷൻസും കവർ ചെയ്യുന്നുണ്ട്. ഐഡിയലും റിയലും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് റിയലാണ്. ഐഡിയൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് അവിടെ കൺസിഡർ ചെയ്യേണ്ട. ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജിൻ്റെ വാല്യൂ 0 ആയിരിക്കും, വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. സോ ഈ പ്രോബ്ലം ചെയ്യുന്നതിനകത്തുനിന്ന് ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് 0 കൊടുത്തിട്ട് നമ്മൾ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ക്യൂ ഓക്സൈഡ് തന്നിട്ടുണ്ട്. സോ ഇത് ഒരു റിയൽ മോസിൻ്റെ കേസാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് ഉണ്ടാവും. ആ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സോ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് മീൻസ് അത് വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസും ഓക്സൈഡിൻ്റെ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടുണ്ടാവുന്ന ആ ഒരു പൊട്ടൻഷ്യലോടെയും കൂടെ സം ആയിരിക്കും. സോ ഈ വർക്ക് ഫംഗ്ഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 5 എന്ന് പറയുന്നത് മെറ്റൽ സെമി കണ്ടക്ടർ വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് പ്ലസ് മൈനസ് ക്യൂ ഓക്സൈഡ് ബൈ സി ഓക്സൈഡ്. ഈ ഓക്സൈഡ് ചാർജസ് കാരണങ്ങൾ QI എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സെയിം ആണ് ക്യൂ ഓക്സൈഡ് സി ഓക്സൈഡ് അല്ലെങ്കിൽ CI. അപ്പോൾ ക്യൂ ഓക്സൈഡ് ബൈ സി ഓക്സൈഡ് എന്ന് പറയുന്ന ആ ഒരു പൊട്ടൻഷ്യലിൻ്റെയും കൂടെ സം ആയിരിക്കും ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ്. ഇത് ഐഡിയൽ കേസിൽ ഇത് 0 ആയിരിക്കും. സോ നമ്മൾ 5 ms നമ്മുടെ ക്വസ്റ്റ്യനിൽ മിക്കവാറും അത് തന്നിട്ടില്ലെങ്കിൽ, ഈ ഒരു ക്വസ്റ്റ്യൻ അത് തന്നിട്ടില്ല. സോ നമ്മൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഏകദേശം നമ്മുടെ മനസ്സിൽ ഈ ഒരു ഗ്രാഫ് ഐഡിയ വേണം നമുക്ക്, എന്നാലേ ഒരു എക്സാക്റ്റ് വാല്യൂ നമുക്കിത് പറയാൻ പറ്റൂ. സോ 5 ms എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അത് എൻ ചാനലാണെങ്കിലും പി ചാനലാണെങ്കിലും അതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേഞ്ച് പോയേക്കുന്നത് പി ചാനലാണെങ്കിൽ ഡോപ്പിങ്ങിനനുസരിച്ച് ND അല്ലെങ്കിൽ NA, എൻ ചാനലോ അല്ലെങ്കിൽ പി ചാനലോ വരാം. നമ്മുടെ സബ്സ്ട്രേറ്റ് മാറിക്കൊണ്ടിരിക്കും. അത് NA വരാം, അതെങ്കിൽ ND വരാം. സോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എൻ ചാനൽ മോസ്ഫെറ്റ് ആണ്. സോ അവിടെ പി സബ്സ്ട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എൻ ചാനലിൻ്റെത് ഒരു ഇൻക്രീസിങ് ആയിട്ടുള്ള കർവും 5 ms ഒരു പി ചാനലിൻ്റെ കേസിൽ ഡിക്രീസിങ് കർവുമാണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 0.6 മുകളിലേക്കാണ് നമ്മൾ എൻ ചാനലിൻ്റെ കർവ് വരയ്ക്കുന്നത്. പി ചാനലിൻ്റെ കർവ് വരയ്ക്കുന്നത് 0.6 താഴെ നിർത്തിയിട്ടാണ് വരയ്ക്കുന്നത്. സോ അതിൻ്റെ വാല്യൂം ആ റേഞ്ചിലായിരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇവിടുത്തെ തന്നേക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് ഇവിടുത്തെ ഡോപ്പിംഗ് എന്ന് പറയുന്നത് 5 × 10⁻15 ആണ്. സോ 5 × 10⁻15. സോ അത് വെച്ചിട്ട് ഇവിടെ ഏകദേശം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന 5 ms വാല്യൂ എന്ന് പറയുന്നത് 0.8 താഴെ നിൽക്കുന്ന ഒരു വാല്യൂ ആണ്. സോ അതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ് വാല്യൂ സോ മൈനസ് വാല്യൂസ് ആണ്. അത് എൻ ചാനലാണെങ്കിലും പി ചാനലാണെങ്കിലും നെഗറ്റീവ് വാല്യൂ ആണ്. 5 ms മൈനസ് 0.95 ആണ് നമ്മുടെ 5 ms എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ഇവിടുത്തെ കേസ് വെച്ചിട്ട് 5 ms വാല്യൂ മൈനസ് 0.95 വോൾട്ട് ആണ്. സോ ഇത് ക്വസ്റ്റ്യനിൽ തരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഒരു റേഞ്ച് വാല്യൂ എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് 0.6 മുകളിലോട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. 0.6 മുകളിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 ഇത് നെഗറ്റീവ് വാല്യൂസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ 0.4, 0.3, 0.2. സോ ആ രീതിയിൽ നമുക്ക് വാല്യൂസ് ഇത് പി ചാനലാണെങ്കിൽ 0.6 താഴെ നിർത്തിയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. 0.8, 0.9 ആ രീതിയിൽ പോകും. സോ നമുക്ക് ആ രീതിയിൽ നമ്മൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് വേണം. ക്വസ്റ്റ്യൻ അഥവാ തന്നില്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ആ വാല്യൂ മനസ്സിലാക്കി വെക്കണം. സോ ഇവിടുത്തെ നമ്മുടെ ഡോപ്പിംഗ് 5 × 10⁻15 ആണ്. ആ 5 × 10⁻15 NA ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മുടേത് ഞാൻ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് -0.95 വോൾട്ട് ആണ്. സോ ഈ ഒരു വാല്യൂ വെച്ചിട്ട് വേണം നമ്മൾ
ഇത് ചെയ്യാൻ. സോ ഇവിടെ ഇത് പി ചാനലാണ്, ഇത് എൻ ചാനലാണ്. സോ ആ രീതിയിൽ വേണം നമ്മൾ നമ്മുടെ വാല്യൂ അസ്യൂം ചെയ്യാൻ. സോ -0.95. സോ ഇത് മിക്കവാറും നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടി വരത്തില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണും ഈ ഒരു വാല്യൂ -0.95 എന്ന് പറയുന്നത്. ഈ കേസിൽ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക, -0.95 എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊരു നെഗറ്റീവ് വാല്യൂ അസ്യൂം ചെയ്ത് ചെയ്യുക. സോ -0.95 മൈനസ് ക്യൂ ഓക്സൈഡിൻ്റെ വാല്യൂ. ക്യൂ ഓക്സൈഡിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ക്യൂ ഓക്സൈഡിൻ്റെ വാല്യൂ ഇതാണ്. ക്യൂ ഓക്സൈഡിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 4 × 10⁻10 into 1.6 × 10⁻−19 by C oxide. C oxide is 3.45 × 10⁻⁻7. സോ ഈ വാല്യൂ നമ്മൾ രണ്ടും അവിടെ ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എനിക്ക് ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജിൻ്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജിൻ്റെ വാല്യൂ ഇത് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് വാല്യൂ ആണ്, ദാറ്റ് ഈസ് -0.969 വോൾട്ട്. ഇതായിരിക്കും ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജിൻ്റെ വാല്യൂ കിട്ടുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് ക്വസ്റ്റിന് ചോദിച്ചേക്കുന്ന സി ഓക്സൈഡും ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് ആ ഒരു 5 ms വാല്യൂ ആണ്. ആ 5 ms വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു വാല്യൂ അത് പഠിച്ചു വെക്കുക. -0.9 to 0.3 ആ റേഞ്ചിൽ വരുന്ന ഒരു വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ, അതുപോലെ തന്നെ ത്രെഷോൾഡ് വോൾട്ടേജ്, CD മിനിമം വാല്യൂസ് ആണ്. സോ നമുക്ക് ത്രെഷോൾഡ് വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തായാലും നമുക്ക് QD ഡിപ്ലീഷൻ ചാർജ് കണ്ടുപിടിക്കണം. QD ഡിപ്ലീഷൻ ചാർജ്, അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് -Q × NA × WM. സോ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം QD എന്ന് പറയുന്നത്, എന്നാലേ നമുക്ക് ത്രെഷോൾഡ് വോൾട്ടേജ് കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്ക് വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ അറിയത്തില്ല. സോ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ WM എന്ന് പറയുന്നത് നമുക്കറിയാം. വിഡ്ത്ത് ഓഫ് PN ജംഗ്ഷൻ നമ്മൾ പഠിച്ചു, അതിൻ്റെ ഒരു ഹിൻഡ് വെച്ചിട്ടാണ് ഞാൻ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ നമ്മൾ പറഞ്ഞത്. ആ ഇൻവേർഷൻ തുടങ്ങുന്ന സമയത്ത് ഡിപ്ലീഷൻ റീജിയൻ്റെ ആ മാക്സിമം വിഡ്ത്ത്, ആ കണ്ടീഷനാണ് നമ്മൾ. അപ്പോൾ അറ്റ് ദ സ്റ്റാർട്ടിങ് ഓഫ് ഇൻവേർഷൻ എന്ന് നമുക്ക് പറയാം. അന്നേരമുള്ള ആ വിഡ്ത്ത്, മാക്സിമം ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് ആണ്. നമ്മൾ PN ജംഗ്ഷൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വിഡ്ത്തിൻ്റെ ഇക്വേഷൻ √2ε/Q × V0 × 1/NA + 1/ND. ഇതൊരു PN ജംഗ്ഷൻ അക്രോസ് ഉള്ള ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്താണ്. ഇതേപോലെ നമുക്ക് ഇവിടെ എഴുതാം 2ε/Q. ഇവിടെ V0 എന്ന് പറയുന്നത് PN ജംഗ്ഷൻ്റെ കേസിൽ കോണ്ടാക്ട് പൊട്ടൻഷ്യലാണ്. ഇവിടെ നമ്മൾ സെമി കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മളതിനെ 5S എന്നാണ്. 5Sന് പകരം നമ്മൾ 2πf എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ആ ഡെറിവേഷനകത്ത് അതൊക്കെ പറഞ്ഞതാണ്, ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ ഡെറിവേഷനകത്ത് പറഞ്ഞതാണ് 5Sന് പകരം. കാരണം ഇൻവേർഷൻ തുടങ്ങാൻ വേണ്ടുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് 5S = 2πf ആണ്. സോ നമ്മളിവിടെ 2πf 2ε × 5S. V0 PN ജംഗ്ഷൻ്റെ കേസിലാണ്. ഇവിടെ നമ്മൾ സെമി കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ 5S എന്നാണ് കൊടുക്കേണ്ടത്. 5Sന് പകരം 2πf, കാരണം ഇൻവേർഷൻ തുടങ്ങുന്ന കണ്ടീഷനാണ്, കണ്ടീഷൻ ഫോർ സ്ട്രോങ് ഇൻവേർഷൻ. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ 1/NA + 1/ND. സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു P സബ്സ്ട്രേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് N ചാനൽ മോസിന്. സോ നമുക്കവിടെ 1/NA, 1/ND ടേം ഇല്ല. സോ 1/NA. സോ ഇതായിരിക്കും നമ്മുടെ വിഡ്ത്തിൻ്റെ ഫോർമുല. സോ നമുക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാം. പക്ഷേ വീണ്ടും വിഡ്ത്ത് കണ്ടുപിടിക്കാൻ, അപ്പോൾ എനിക്ക് QD ആണ് കണ്ടുപിടിക്കേണ്ടത്. QD കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് WM വേണം. സോ ഞാൻ WMൻ്റെ ഫോർമുല എഴുതി. സോ WMൻ്റെ ഫോർമുല നോക്കുവാണെങ്കിൽ അതിനകത്തും നമുക്ക് 5Fൻ്റെ വാല്യൂ അറിയില്ല. സോ നമ്മൾ 5F കണ്ടുപിടിക്കണം. സോ ഈ ഫോർമുലാസ് എല്ലാം അറിഞ്ഞിരുന്നില്ലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. സോ 5Fൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ KT/Q ln NA/NI. ഈ 5Fൻ്റെ വാല്യൂ P ചാനൽ ഡിവൈസ് വരുമ്പോൾ അത് ചേഞ്ച് ആവും. നമ്മളത് അടുത്ത പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ P ചാനൽ വരുമ്പോൾ ഇത് ചേഞ്ച് വരും, സൈനൊക്കെ ചേഞ്ച് ചെയ്യും. സോ നമുക്ക്
ഇവിടെ 5Fൻ്റെ വാല്യൂ KT/Q ln NA/NI. ഇതെങ്ങനെയാണ് വരുന്നത് ഞാൻ പ്രീവിയസ് ലെക്ചറിൽ കണ്ടീഷൻ ഫോർ സ്ട്രോങ് ഇൻവേർഷൻ ആ കേസിൽ നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ നമ്മൾ 5F കണ്ടുപിടിക്കാൻ പോവുകയാണ്. KT/Q KT/Qൻ്റെ വാല്യൂ 0.026 ആണ്. നാച്ചുറൽ ലോഗരിതം ഓഫ് NA ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. NAയുടെ വാല്യൂ 5 × 10⁻15. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 × 10⁻15 by NI 1.5 × 10⁻10. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 5Fൻ്റെ വാല്യൂ 0.329 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. സോ നമുക്ക് 5F കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 ആണ് കണ്ടീഷൻ ഫോർ. ഇപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് തന്നെ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ സ്ട്രോങ് ഇൻവേർഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 2 കണ്ടുപിടിച്ചാൽ മതി. 5F കണ്ടുപിടിച്ചിട്ട് 2 കണ്ടുപിടിച്ചാൽ നമുക്ക് കണ്ടീഷൻ ഫോർ സ്ട്രോങ് ഇൻവേർഷൻ കിട്ടും. സോ നമുക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട്, മാക്സിമം വിഡ്ത്ത് എത്രയാണ്. സോ 5F കിട്ടിക്കഴിഞ്ഞാൽ വിഡ്ത്ത് കണ്ടുപിടിക്കാം. സോ ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് √2 എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ സെമി കണ്ടക്ടറാണ്. സിലിക്കൺ സെമി കണ്ടക്ടറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ε0 8.85 × 10⁻14. ഇതാണ് എപ്സിലോൺ ഇൻറ്റു ഇവിടുത്തെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 11.8 ആണ്. സിലിക്കണിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 11.8 ആണ്. അത് വേണം നമ്മൾ എപ്സിലോണിന് പകരം εrന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ε0 × εr ആണ് ഇവിടുത്തെ സിലിക്കണിൻ്റെ പെർമിറ്റിവിറ്റി ഇൻറ്റു 2 5F മീൻസ് 2 × 0.329 ഇൻറ്റു ഇതെല്ലാം റൂട്ടിനകത്താണ് ഇൻറ്റു 1/NA. NAയുടെ വാല്യൂ 5 × 10⁻50. ഇത് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിലൊരു വാല്യൂ കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ 2ε/Q ഉണ്ട്. Q is 1.6 × 10⁻90. സോ ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ 4.15 × 10⁻5 സെൻറ്റിമീറ്റർ എന്നാണ്. ഇതിനെ നമുക്ക് മൈക്രോമീറ്ററിലും കൺവേർട്ട് ചെയ്ത് എഴുതാം. സോ WM നമുക്ക് കിട്ടി. WM കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് QD കണ്ടുപിടിക്കാം. ഡിപ്ലീഷൻ ചാർജ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് QD is equal to -Q എന്ന് പറഞ്ഞാൽ -Q × NA × WM. സോ വിച്ച് ഈസ് ഈക്വൽ ടു -1.6 × 10⁻19 × NA. NAയുടെ വാല്യൂ നമുക്കറിയാം 5 × 10⁻10 × WM ഈസ് 4.15 × 10⁻5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് QD ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് -3.32 × 10⁻8 കൂളം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. എല്ലാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യുന്നത്. സോ നമുക്ക് QDയും കിട്ടി. സോ QD കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് VT കണ്ടുപിടിക്കാം. സോ VT ത്രെഷോൾഡ് വോൾട്ടേജ് നമ്മളിത് റിയൽ കേസാണ് നമ്മൾ ആദ്യമേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. സോ റിയൽ കേസിൽ നമ്മൾ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് കൂടെ കൺസിഡർ ചെയ്യണം. അതിൻ്റെ കൂടെ M = O+S ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ -QD/C ഓക്സൈഡ് പ്ലസ് ഓക്സൈഡിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ -QD/C ഓക്സൈഡ്, സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 2 സോ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ത്രെഷോൾഡ് വോൾട്ടേജ് റിയൽ കേസിലുള്ള ഫോർമുല ഇതാണ്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. VFPയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. VFPയുടെ വാല്യൂ ഇതാണ് -0.969 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -0.969 QDയുടെ വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. ആ മൈനസും ഈ മൈനസും കൂടെ ഇത് പ്ലസ് ആവും. സോ 3.32 × 10⁻8 C ഓക്സൈഡ്. C ഓക്സൈഡിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. C ഓക്സൈഡിൻ്റെ വാല്യൂ ഇതാണ് 3.45 × 10⁻7. ഈ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 3.45 × 10⁻7 പ്ലസ് 2 5F. 2 × 5Fൻ്റെ വാല്യൂ നമുക്കറിയാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 5F? 0.329 ആണ് 5F. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
0.329. സോ ഇത് വോൾട്ടിലാണ്. Q5F ആണ് ഇലക്ട്രോൺ വോൾട്ടിൽ. ദിസ് വാല്യൂ വിൽ ബി ഇൻ വോൾട്ട്. വോൾട്ടിലാണ് 5F. കാരണം Q5F ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അത് ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും. ഇവിടെ 5F ആയതുകൊണ്ട് അത് 0.329 വോൾട്ട് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. VT നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്യാം. VTയുടെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അത് ഒരു -0.215 വോൾട്ട് ആണ് ത്രെഷോൾഡ് വോൾട്ടേജ്. സോ ദിസ് ഈസ് ത്രെഷോൾഡ് വോൾട്ടേജ്. ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ വാല്യൂ കിട്ടുന്നത് ഇതാണ്. ഇത് നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട്. റിയൽ കേസിലുള്ള ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ വാല്യൂ -0.215 ആണ്. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് CD ആണ്, ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ്. ഈ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് സെമി കണ്ടക്ടറിലാണ്. ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാകുന്നത് സെമി കണ്ടക്ടറിലാണ്. ഇവിടെ നമ്മൾ ആ ഫോമുല ഉപയോഗിക്കുക εA/d. A 1 ആയിട്ട് ഡി എന്ന് പറയുന്നത് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ സമയത്ത് ആ സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഡി എന്ന് പറഞ്ഞാൽ വിഡ്ത്താണ്. സോ WM. സോ എപ്സിലോൺ ഇവിടെ സിലിക്കണാണ്. εA/d. ഡി എന്ന് പറയുന്നത് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്താണ്. സോ WM. സോ എപ്സിലോൺ സിലിക്കൺ ബൈ, അപ്പം ഫോമുല εA/d ആ ഒരു ഫോമുല തന്നെയാണ്. A 1 ആയിട്ട് എടുക്കുക. എപ്സിലോൺ സിലിക്കൺ ബൈ WM. WM എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ആണ്. അപ്പോൾ വിഡ്ത്ത് മാക്സിമം ആകുമ്പം നമ്മുടെ CD എന്ന് പറയുന്നത് മിനിമം ആണ്. വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് CD കപ്പാസിറ്റൻസ് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ നമ്മളത് CV ക്യാരക്കകത്തൊക്കെ അത് കണ്ടതാണ്. സോ എപ്സിലോൺ സിലിക്കൺ ബൈ WM. സിലിക്കണിൻ്റെ എപ്സിലോൺ പെർമിറ്റിവിറ്റി നമ്മൾ പഠിച്ചു. 8.854 ഇൻറ്റു 10⁻⁻14 ഇൻറ്റു 11.8. ഇതാണ് എപ്സിലോൺ ഓഫ് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ R. എപ്സിലോൺ R 11.8 ആണ്, കാരണം സിലിക്കൺ ആയതുകൊണ്ട്. WMൻ്റെ വാല്യൂ നമ്മളിവിടെ പഠിച്ചിരുന്നു. WMൻ്റെ വാല്യൂ 4.15 ഇൻറ്റു 10⁻5 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4.15 ഇൻറ്റു 10⁻⁵ സെൻറ്റിമീറ്റർ. സോ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് CD മിനിമം, ഡിപ്ലീഷൻ കപ്പാസിറ്റൻസിൻ്റെ മിനിമം വാല്യൂ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 2.5 ഇൻറ്റു 10⁻⁸ ഫാരഡ് പെർ സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ CD മിനിമം, സോ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ദിസ് ഇസ് ദ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് മിനിമം വാല്യൂ. സോ നമുക്ക് CD മിനിമം നമ്മൾ കണ്ടുപിടിച്ചു. സോ CD മിനിമം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അത് ചോദിച്ചേക്കുന്നത് C മിനിമം കപ്പാസിറ്റൻസ് മിനിമം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ മിനിമം കപ്പാസിറ്റൻസിൻ്റെ ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. C മിനിമം ഈസ് ഈക്വൽ ടു, നമ്മളത് എഴുതുന്നത് നെറ്റ് കപ്പാസിറ്റൻസ് 1/C ഈസ് ഈക്വൽ ടു 1/C ഓക്സൈഡ് പ്ലസ് 1/CD അല്ലെങ്കിൽ CS. സോ C ഈസ് ഈക്വൽ ടു C ഓക്സൈഡ് ഇൻറ്റു CD ബൈ C ഓക്സൈഡ് പ്ലസ് CD. നമ്മൾ മോസ് കപ്പാസിറ്റൻസിൻ്റെ കേസിൽ പഠിച്ചതാണ്. സോ ഈ C മിനിമം ആവുന്നത് D മിനിമം ആവുമ്പോഴാണ്. CD മിനിമം ആവുമ്പോഴാണ്. CD മിനിമം എപ്പോഴാണ് ആവുന്നത്? W മാക്സിമം ആവുമ്പോൾ. സോ C മിനിമത്തിൻ്റെ ഇക്വേഷൻ C ഓക്സൈഡ് ഇൻറ്റു CD മിനിമം ബൈ C ഓക്സൈഡ് പ്ലസ് CD മിനിമം. സോ ഓക്സൈഡ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. C ഓക്സൈഡിൻ്റെ വാല്യൂ 3.45 ഇൻറ്റു 10⁻⁷. സോ C ഓക്സൈഡിൻ്റെ വാല്യൂ നമുക്കറിയാം 3.45 ഇൻറ്റു 10⁻⁷ ഇൻറ്റു CD മിനിമത്തിൻ്റെ വാല്യൂ 2.5 ഇൻറ്റു 10⁻⁸ the whole divided by 3.45 into 10⁻⁷ plus 2.5 into 10⁻⁸. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് C മിനിമം കിട്ടും. C മിനിമത്തിൻ്റെ വാല്യൂ 2.33 ഇൻറ്റു 10⁻⁸ ഫാരഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം C മിനിമവും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ക്യാര പ്ലോട്ട് ചെയ്യണം. നമ്മുടെ ക്യാര CV ക്യാര. സോ CV ക്യാര നമ്മളിങ്ങനെയാണ് വരയ്ക്കുന്നത്. ലാസ്റ്റ് അത് പ്ലോട്ട് ചെയ്ത് കാണിക്കണം. സോ ദിസ് ഈസ് കപ്പാസിറ്റൻസ് ആൻഡ് ദിസ് ഈസ് ഗേറ്റ് വോൾട്ടേജ്.
സോ സി വി ക്യാര ഇങ്ങനെയാണ് പോകുന്നത്, സി ഓക്സൈഡ് സി മിനിമം. സോ ഇത് സി ഓക്സൈഡ് ആണ്, ഇതും സി ഓക്സൈഡ് ആണ്. അതിൻ്റെ വാല്യൂ നമ്മളിവിടെ എഴുതണം. സി ഓക്സൈഡിൻ്റെ വാല്യൂ 3.45 × 10⁻⁻7 ആണ്. ദെൻ ദിസ് പോയിന്റ് ഈസ് ത്രെഷോൾഡ് വാല്യൂ വി ടിയുടെ വാല്യൂ നമുക്ക് അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതും എഴുതണം. ദെൻ സി മിനിമം, ഇത് കുറച്ചുകൂടി വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കാം, കാരണം വി ടി ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. സോ വി ടി കുറച്ചുകൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം, സോ ഇല്ലെങ്കിലും കുഴപ്പമില്ല. സോ വി ടി ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ, സോ ദിസ് ഈസ് അക്യൂമുലേഷൻ, ദിസ് റീജിയൻ ഈസ് ഡിപ്ലീഷൻ, നമ്മളിത് പഠിച്ചതാണ്, ഡിപ്ലീഷൻ ആൻഡ് ദെൻ ഇൻവേർഷൻ. സോ ഈ രീതിയിലാണ്. സോ ഈ പോയിന്റ് ഡിപ്ലീഷൻ റീജിയൻ കപ്പാസിറ്റൻസ് മിനിമം ആവുന്ന ഈ പോയിന്റാണ് നമ്മൾ സി മിനിമം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് സി മിനിമം. അപ്പോൾ സി മിനിമം വാല്യൂ അവിടെ നമ്മൾ എഴുതണം 2.33 × 10⁻⁻8 Fd/cm². സോ ആ ഒരു സി വി ക്യാര, നമ്മൾ മോസ് സി വി ക്യാര പഠിച്ചതാണ്. ആ ഒരു ഗ്രാഫും അതിൻ്റെ വാല്യൂസ്, ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂസും കൂടെ നമ്മൾ ആ ഗ്രാഫിനകത്ത് എഴുതണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു എൻ ചാനൽ മോസിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്. നമുക്കിനി ഒരു പി ചാനലിൻ്റെ കേസ് നോക്കാം. ഇതേപോലെ തന്നെയാണ് നമ്മൾ പി ചാനലും ചെയ്യേണ്ടത്. പി ചാനൽ മോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ്. സോ ക്വസ്റ്റ്യനകത്ത് എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എൻ ഡി ആണ്. തന്നിരിക്കുന്നത്. എൻ ഡി ഈസ് 5 × 10⁻17 cm⁻³ ദെൻ സിലിക്കൺ ഡയോക്സൈഡ് തിക്നെസ് തന്നിട്ടുണ്ട്, ഡി ഓക്സൈഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 100 ആംസ്ട്രോങ് ആണ്. നമ്മളതിനെ കണ്ടുപിടിച്ചു വെച്ചിരുന്നു. 100 × 10⁻⁻10 അത് ഇത്രയും മീറ്ററാണ്. ഇതിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ 10⁻⁻6 സെൻറ്റിമീറ്റർ ആണ്. സെയിം ഇവിടെ ക്യൂ ഓക്സൈഡ് തന്നിട്ടുണ്ട്. ക്യൂ ഓക്സൈഡിനകത്ത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. 5 × ആണ്, 5 × 10⁻10 ക്യൂ കൂളം പെർ സെൻറ്റിമീറ്റർ. ക്യൂ തന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ 1.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സോ 10⁻10 × ക്യൂവിൻ്റെ വാല്യൂ 1.6 × 10⁻19 കൂളം പെർ സെൻറ്റിമീറ്റർ². ഇതാണ് ക്യൂ ഓക്സൈഡ്. ദെൻ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ പ്രോബ്ലവും നമ്മൾ ചെയ്യണം. ചെറിയ ഡിഫറൻസ് വരും. നമ്മളതാണ് എൻ ചാനലും പി ചാനലിനകത്ത് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇവിടെ നമുക്ക് ഫസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നോക്കാം. നമുക്ക് ആദ്യം വിഡ്ത്ത് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. വിഡ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 5F വേണം. അപ്പോൾ നിങ്ങൾ നേരത്തെ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇല്ലാത്ത പാരാമീറ്റേഴ്സ്, സോ നമ്മളെപ്പോഴും 5F നേരത്തെ പ്രോബ്ലം ആയാലും നമുക്ക് 5Fൽ നിന്നും വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം 5F മസ്റ്റായിട്ടും കണ്ടുപിടിക്കേണ്ട ഒരു പാരാമീറ്ററാണ്. സോ 5F കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് കൊടുക്കണം. നേരത്തെ ഇക്വേഷൻ ആ മൈനസ് ഇല്ലായിരുന്നു. സോ -KT/Q ln, ഇവിടെ ND ആണ് യൂസ് ചെയ്യേണ്ടത്, കാരണം N സബ്സ്ട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ND/NA. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിഫറൻസ്. നേരത്തെ പ്രോബ്ലം ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആ രീതിയിൽ തന്നെ പഠിക്കും. ഇക്വേഷനകത്ത് ഇങ്ങനെ കുറച്ച് ചേഞ്ചസ് വരും. 5F എന്ന് പറയുന്നത് -KT/Q ln ND/NA ആയിരിക്കും, കാരണം യൂസ് ചെയ്യുന്നത് N സബ്സ്ട്രേറ്റ് ആണ്, പി ചാനലാണ്. സോ ഇത് സോൾവ് ചെയ്യുക. ദാറ്റ് ഈസ് -0.026 നാച്ചുറൽ ലോഗരിതം ഓഫ് ND തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്. 5 × 10⁻17 by 1.5 × 10⁻10. സോ ഇത് സോൾവ് ചെയ്യുമ്പം 5F എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വാല്യൂ -0.449 വോൾട്ട് ആണ് നമുക്ക് 5F കിട്ടുന്നത്. 5F കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് WM സോൾവ് ചെയ്യാം. WMൻ്റെ ഫോർമുല √2εs. ഇവിടെ 5S പകരം നമ്മൾ കൊടുക്കേണ്ടത് -2 ആണ്. അടുത്ത ഡിഫറൻസ് ഇതാണ്. നമുക്കറിയാം W = √2ε/Q × V0 1/NA + 1/ND. നമ്മൾ നേരത്തെ കമ്പയർ ചെയ്ത് പറഞ്ഞതാണ്. ഇവിടെ 5S പകരം 2 അല്ല -2 ആണ് കൊടുക്കേണ്ടത്. അടുത്ത ഡിഫറൻസ് ഇതാണ്. ബൈ പെൻ ചാനലും പി ചാനലും ചെയ്യുമ്പോൾ ഈ ഒരു ഡിഫറൻസ് പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ ആ സൈനൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരും. സോ ഇവിടെ ബൈ Q × ND. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് εsൻ്റെ വാല്യൂ അറിയാം. 2 × εs എന്ന് പറയുന്നത് 8.854. ഇവിടെ സെമി കണ്ടക്ടറാണ്. വിഡ്ത്ത് ഉണ്ടാവുന്നത് ഡിപ്ലീഷൻ റീജിയനിലാണ്, സെമി കണ്ടക്ടറിലാണ്.
ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നത്, വിഡ്ത്ത് മാക്സിമം ആവുന്നത്. സോ 8.854 ഇൻറ്റു 10⁻14 ഇൻറ്റു 11.8 ബൈ ക്യൂ എത്രയാണ് 1.6 ഇൻറ്റു 10⁻19. ദെൻ ഇവിടെ -2 ഇൻറ്റു 5Fൻ്റെ വാല്യൂ -0.449 ആണ് ബൈ ND ഉണ്ട്. NDയുടെ വാല്യൂ 1/NA + 1/ND. ഇവിടെ 1/NA ഇല്ല, ND ആണ് തന്നിരിക്കുന്നത്, 1/ND. ആ NDയുടെ വാല്യൂ 5 ഇൻറ്റു 10⁻17 ആണ്. സോ ഇത്രയും വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഈ റൂട്ട് മെഷർ ചെയ്ത് നോക്കുക, WM കിട്ടും. WMൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ നമുക്ക് മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് ആൻസർ വിഡ്ത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.049 ഇൻറ്റു 10⁻⁻4 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് വിഡ്ത്ത് കിട്ടും. 0.049 ഇൻറ്റു 10⁻⁻4 സെൻറ്റിമീറ്റർ. സോ വിഡ്ത്തും കിട്ടി. സോ നമുക്ക് ഇനി ത്രെഷോൾഡ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമുക്ക് QD വേണം. QD നമുക്ക് കണ്ടുപിടിക്കാം വിഡ്ത്ത് അറിയാമെങ്കിൽ. QDയുടെ ഇക്വേഷൻ ഇവിടെ മൈനസ് ഇല്ല, പ്ലസ്സിലാണ് എഴുതുന്നത്. അടുത്ത ചേഞ്ച് ഇതാണ്. QDയുടെ ഇക്വേഷൻ Q ഇൻറ്റു ND ഇൻറ്റു WM. നമ്മൾ നേരത്തെ N ചാനലിൻ്റെ കേസിൽ -Q ഇൻറ്റു NA ഇൻറ്റു WM എന്നാണ് പഠിച്ചത്. ഇവിടെ ND പോസിറ്റീവ് ചാർജ് ആണ്, അതുകൊണ്ട് പ്ലസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ Q ഇൻറ്റു ND ഇൻറ്റു WM വിച്ച് ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻19 ഇൻറ്റു NDയുടെ വാല്യൂ 5 ഇൻറ്റു 10⁻17 ഇൻറ്റു 0.049 ഇൻറ്റു 10⁻⁻4. സോ ഇതാണ് നമ്മുടെ വാല്യൂ. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് QD കിട്ടും 3.92 ഇൻറ്റു 10⁻⁻7 കൂളം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ നമുക്ക് QD മെഷർ ചെയ്യാം. സോ ഇവിടെ ഈ മൂന്നിനകത്ത് ഉണ്ടാകുന്ന ആ സൈൻ ചേഞ്ച് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ദെൻ നമുക്ക് C ഓക്സൈഡ് കണ്ടുപിടിക്കാം. C ഓക്സൈഡ് സൈൻ ചേഞ്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എപ്സിലോൺ ഓക്സൈഡ് ബൈ D ഓക്സൈഡ് ആണ്, എപ്സിലോൺ A ബൈ D. സോ ഹിയർ ഇറ്റ് ഈസ് 3.9 ഇൻറ്റു 8.854 ഇൻറ്റു 10⁻⁻14. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ബൈ D ഓക്സൈഡ് 10⁻⁻6 എന്ന ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 100 ആംസ്ട്രോങ്. സോ അതിനെയാണ് ഞാൻ ഈ സെൻറ്റിമീറ്ററിലാക്കി എഴുതിയിരിക്കുന്നത്. സോ C ഓക്സൈഡ് നമുക്ക് മെഷർ ചെയ്യാം 3.45 ഇൻറ്റു 10⁻⁻7 ഫാരഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ നമുക്ക് C ഓക്സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. സോ വിഡ്ത്തായി C ഓക്സൈഡായി. സോ നമുക്കിനി ചോദിച്ചിരിക്കുന്നത് ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് ആണ്. ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ അഗെയിൻ നമുക്ക് 5 ms ആവശ്യമുണ്ട്. 5 ms അതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. സോ ഇതാണ് ഇക്വേഷൻ -Q ഓക്സൈഡ് ബൈ C ഓക്സൈഡ്. 5 ms ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ 5 ഇൻറ്റു 10⁻17 ആണ് നമ്മുടെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. സോ ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഗ്രാഫ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം സ്ട്രീറ്റ്മാൻ്റെ ഫിഗർ 6.17 ചാപ്റ്റർ 6 ഫിഗർ 6.17 റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫ് മനസ്സിലാവും. ആ ഒരു 5 ms ഗ്രാഫ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആയിട്ട് നമുക്കൊരു റേഞ്ച് വാല്യൂ ആയിട്ട് നമുക്കത് അസ്യൂം ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആ ഒരു ടേബിൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇൻ കേസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഒരു വാല്യൂ അസ്യൂം ചെയ്ത് ചെയ്യാൻ പറ്റും. അതൊരു നെഗറ്റീവ് വാല്യൂ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. അതേപോലെ തന്നെ അതിൻ്റെ റേഞ്ചും ഒന്ന് ഏകദേശം ഒന്ന് പഠിച്ചു വെക്കുക. സോ 5 ms വാല്യൂ ഇവിടെ നമ്മൾ ആ ഒരു ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -0.15 ആണ്. നെഗറ്റീവ് വാല്യൂ ആണ്. ഒരു -0.15 വാല്യൂ ആണ്. Q ഓക്സൈഡിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. Q ഓക്സൈഡിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് 5 ഇൻറ്റു 10⁻10 അത് തന്നിട്ടുണ്ട്, Qയും തന്നിട്ടുണ്ട്. സോ 5 ഇൻറ്റു 10⁻10 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 5 ഇൻറ്റു 10⁻10 Qയും തന്നിട്ടുണ്ട് ബൈ C ഓക്സൈഡ്. C ഓക്സൈഡ് 3.45 ഇൻറ്റു 10⁻⁻7 ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം നമുക്ക് PFP കിട്ടും. PFPയുടെ വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് -0.173 വോൾട്ട്. സോ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജും കണ്ടുപിടിച്ചു. നമുക്ക് QDയും നമുക്ക് ആവശ്യമുള്ള ത്രെഷോൾഡ് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള എല്ലാ പാരാമീറ്റേഴ്സും
അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. എഴുതി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണോ അറിഞ്ഞുകൂടാത്തത് അതിൻ്റെ ഫോർമുലാസ് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് കൺസിഡർ ചെയ്യണം. ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് മൈനസ് QD/C ഓക്സൈഡ് പ്ലസ് 2,5F. സോ നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും അറിയാം. VFയുടെ വാല്യൂ -0.173 മൈനസ് QDയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പ്ലസ് വാല്യൂ ആണ്, പോസിറ്റീവ് വാല്യൂ ആണ്. പക്ഷെ ഇവിടെ മൈനസ് ഉണ്ടായതുകൊണ്ട് -3.92 × 10⁻⁻7 ബൈ C ഓക്സൈഡിൻ്റെ വാല്യൂ 3.45 × 10⁻⁻7 പ്ലസ് 2,5F എന്ന് പറയുന്നത് നമുക്ക് 2 × 5Fൻ്റെ വാല്യൂ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് -0.449. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × -0.449 ആ മൈനസ് വാല്യൂ അതുപോലെ തന്നെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് VT കിട്ടുന്നത് -2.2 വോൾട്ടാണ്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്കൊരു നെഗറ്റീവ് VT ആണ് കിട്ടുന്നത്. അത് ചില കേസസിൽ മാത്രമാണ്. അത് നെഗറ്റീവ് ആണെങ്കിൽ ഒരു അപ്രോച്ചിങ് 0 വാല്യൂ ആണ്. നമ്മൾ മിക്കവാറും N ചാനലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് VT പോസിറ്റീവ് ആയിരിക്കും. P ചാനലാണെങ്കിൽ നമുക്ക് VT എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ഒരു എക്സെപ്ഷണൽ പ്രോബ്ലം ആണ്. അതിൽ കിട്ടിയിരിക്കുന്ന ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിലും ദാറ്റ് ഈസ് റിലേറ്റീവ് ടു ടെൻഡിങ് ടു 0 വാല്യൂ ആണത്. അപ്പോൾ നമുക്കൊരു ചെറിയ പോസിറ്റീവ് വാല്യൂ ആയിട്ടായിരിക്കും നമുക്ക് N ചാനൽ കിട്ടുന്നത്. P ചാനൽ കിട്ടുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ടായിരിക്കും VT കിട്ടുന്നത്. നമ്മളതിൻ്റെ വർക്കിംഗ് ഒക്കെ പഠിച്ചതാണ്. സോ എങ്ങനെയാണ് N ചാനൽ ഓൺ ആവുന്നത്? ഗേറ്റിൽ ഒരു പോസിറ്റീവ് പൾസ് കൊടുക്കുമ്പോഴാണ്. P ചാനൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പൾസ് കൊടുക്കുമ്പോഴാണ് അത് ഓൺ ആവുന്നത്. സോ ഇത് -2.2 വോൾട്ടായിട്ട് നമുക്ക് VT കിട്ടും. ദെൻ നമുക്ക് CD മിനിമം കണ്ടുപിടിക്കണം. ഡിപ്ലീഷൻ ചാർജ് കപ്പാസിറ്റൻസ് അതെന്ന് പറയുന്നത് വിഡ്ത്ത് മാക്സിമം ആകുമ്പോഴുള്ള കപ്പാസിറ്റൻസ് εA/W max. സോ എപ്സിലോൺ സിലിക്കണിൻ്റെ വാല്യൂ അറിയാം 11.8 × 8.854 × 10⁻⁻14 ബൈ W max. W max നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. W max എന്ന് പറയുന്നത് പോയിന്റ് ഈ വാല്യൂ ആണ് 0.049 × 10⁻⁻4 0.049 × 10⁻⁻4. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് CD മിനിമം കിട്ടും. ദാറ്റ് ഈസ് 2.13 × 10⁻⁻7 Fd/cm². ഇതായിരിക്കും നമുക്ക് CD മിനിമം കിട്ടുന്നത്. CD മിനിമം കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ C മിനിമം. ഇവിടെ ഒന്നും ഡിഫറൻസ് വരുന്നില്ല. ഡിഫറൻസ് വരുന്ന ഇക്വേഷൻസ് ഞാൻ പറഞ്ഞതാണ്. സോ ദിസ് ഈസ് C ഓക്സൈഡ് × CD മിനിമം ബൈ C ഓക്സൈഡ് പ്ലസ് CD മിനിമം. സോ എല്ലാം അറിയാം നമുക്ക്. C ഓക്സൈഡ് അറിയാം, CD മിനിമം അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 1.32 × 10⁻⁻7 Fd/cm². ഇങ്ങനൊരു വാല്യൂ നമുക്ക് C മിനിമത്തിലും കിട്ടും. ദെൻ നമ്മൾ ക്യാരെ പ്ലോട്ട് ചെയ്തിട്ട് ഇത് ഗ്രാഫിക്കലായിട്ട് അതിനകത്ത് കാണിക്കണം. എന്താണ് C മിനിമം, ഈ വാല്യൂസൊക്കെ നമ്മളിതിനകത്ത് മാർക്ക് ചെയ്യണം. അതൊക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇവിടെ വരുന്ന ഡിഫറൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. N ചാനലും P ചാനലും തമ്മിലുള്ള ഡിഫറൻസുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഐഡിയൽ ആണ് ചോദിക്കുന്നതെങ്കിൽ, നമുക്ക് ഐഡിയൽ പ്രോബ്ലം ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ ഞാൻ അത് ചെയ്യുന്നില്ല. സോ ഐഡിയൽ കേസിൽ നമ്മൾ ഒരു കാര്യം ഓർത്താൽ മതി, VFP 0 ആണ്. VFP കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സോ ആ Q ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ല. സോ VFP 0 ആയിരിക്കും. അല്ലെങ്കിൽ QI എന്ന് പറയുന്ന ഒരു ടേം തരില്ല. സോ ബാക്കി ഇക്വേഷനൊക്കെ നമുക്ക് ത്രെഷോൾഡ് വോൾട്ടേജ് ആണെങ്കിൽ -QD/C ഓക്സൈഡ് പ്ലസ് 2,5F ഇത് വെച്ചിട്ട് ചെയ്യാം. ഇതാണ് അതിനകത്ത് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാം ഇക്വേഷൻസും സെയിം ആണ്. ബാക്കി ഇക്വേഷൻസ് എല്ലാം അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ കണ്ടീഷൻ മാറും, VFP 0 ആയിരിക്കും. ഇതാണ് ഐഡിയലും റിയലും തമ്മിലുള്ള N ചാനൽ P ചാനൽ പ്രോബ്ലത്തിനകത്ത് വരുന്നത്. ദെൻ കണ്ടീഷൻ ഫോർ സ്ട്രോങ് ഇൻവേർഷൻ അങ്ങനെയൊക്കെ ചോദിക്കാം. സോ 5Sൻ്റെ ഇക്വേഷൻ 2,5F ആണ്. 5F കണ്ടുപിടിക്കാനുള്ള ഫോം നമ്മൾ പഠിച്ചു. KT/Q ln NA/ND അല്ലെങ്കിൽ ND/NA. 5F പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, അത് N ചാനൽ P ചാനലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇതാണ് ഐഡിയലും റിയലും തമ്മിലുള്ള ഡിഫറൻസ്.
നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇനി ഡ്രെയിൻ കറണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സാച്ചുറേഷൻ അല്ലെങ്കിൽ ലീനിയർ റീജിയനിലുള്ള കറണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസും കൂടെ നോക്കാനുള്ളൂ. സോ അത് അടുത്ത ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് എൻ ചാനലും പി ചാനലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അത് ക്ലിയർ ആക്കി പഠിക്കണം. ഓക്കെ, താങ്ക് യു.